സാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട് ചെയ്തത്. നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേരെന്താ? എന്റെ പേര് മനോജ്. സാറിന് ഈ ഒരു മെത്തേഡില് വീട് പണിയാന്ന് എങ്ങനെ ഇപ്പൊ 1 വർഷമായില്ലേ വീട് വെച്ചിട്ട്? ഞാൻ 1 വർഷമായി. എങ്ങനെയാ ഇതിലോട്ട് എത്തിയത്? എങ്ങനെയാ? അതായത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം വീട് വെക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന പോലെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന് നമ്മുടെ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൈമിൻ്റെ ഒരു വലിയൊരു കൺസ്ട്രെയിൻ ഉണ്ട്. രണ്ടാമത് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ബിൽഡറെ ഏൽപ്പിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇത്. അപ്പോൾ ഞാനിത് 2 കാര്യങ്ങൾ നോക്കിയ സമയത്തേക്കുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ ആദ്യം പ്രിഫർ ചെയ്തത് ഒരു ബിൽഡറെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള പല ആൾക്കാരും ഈ ബിൽഡേഴ്സിനെ വളരെ പേര് കേട്ട ബിൽഡേഴ്സിനെ വെച്ച് ബിൽഡിങ്ങിലേക്ക് പോയ സമയത്തേക്കും അവർ പറഞ്ഞത് ക്വാളിറ്റിയിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ആക്ച്വലി ഇപ്പം എനിക്ക് മെറ്റീരിയൽസ് എനിക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ടോ എന്നുള്ള രൂപത്തിലാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആ ഒരു അന്വേഷണമാണ് ബേസിക്കലി സംഘത്തിലേക്ക് എത്തിയത്. ബേസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം നമുക്ക് എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ തന്നെ മെറ്റീരിയൽസ് എല്ലാം സപ്ലൈ ചെയ്തത് ഞാൻ തന്നെയാണ്. ഈവൻ നാട്ടിൽ എനിക്ക് തടി പോലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റി. പക്ഷെ ഒരു ബിൽഡർ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത. 1 വർഷമായിട്ട് സാർ ഹാപ്പിയാണ്? 100% ഹാപ്പിയാണ്. പിന്നെ മാത്രമല്ല ബേസിക്കലി പ്രശാന്ത് ഭയങ്കരമായിട്ട് ഇതിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പൊ എന്തൊരു സംഭവം എപ്പോഴും ഈസി ആയിട്ട് ആക്സസിബിൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ സംഭവം വെച്ചാൽ ആഫ്റ്റർ സർവീസ് വലിയൊരു പ്രശ്നമാണല്ലോ. അപ്പൊ അതിനൊക്കെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊരു 1 ഇയർ ആയിട്ട് 100% സാറിന്റെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുമോ? 100%. അതുകൊണ്ടാണല്ലോ ആക്ച്വലി പറഞ്ഞത്. ഞാൻ സംഭവം പറഞ്ഞ സമയത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഈ മെത്തേഡാണ് ബേസിക്കലി ഏറ്റവും നമുക്ക് നന്നായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ എങ്ങനെ കൊടുത്തിരുന്നാൽ പോലും നമ്മൾ ഇനി എങ്ങനെയൊക്കെ ചെയ്തിരുന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഡിസൈർ ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി ഇൻ ദ സെൻസ് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എനിക്കിപ്പോ ജാഗർ മതി, എനിക്ക് ജാഗർ വെക്കാം. ചിലപ്പോൾ എനിക്ക് ഒരു റൂമിൽ മാത്രം എനിക്കിപ്പോ ജാഗറിന്റെ ഫിറ്റിംഗ്സ് മതി, അല്ലെങ്കിൽ 2 താഴത്തെ മാത്രം ജാഗറിന്റെ ഫിറ്റിംഗ്സ് മതി, മോളിൽ അത്രയും വേണ്ട. ഒരു കുറച്ചും കൂടി സബ് ബ്രാൻഡിലേക്ക് പോവാം. അപ്പൊ ഈ ഓപ്ഷൻസ് ഒന്നും നമ്മളൊരു ബിൽഡർ എടുത്ത് പോയാൽ കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. നമ്മൾ എന്താണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അത് തന്നെ. അപ്പൊ ഇതിനകത്ത് എനിക്ക് അടുത്തൊരു വലിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. അതും പ്രശാന്ത് പറഞ്ഞിട്ടാണ്. കാരണം ഇതിവിടെ കുറച്ച് വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പം നമ്മളപ്പോൾ അവര് പറഞ്ഞനുസരിച്ചിട്ടാണ് ചെയ്തത്. ബിൽഡിംഗ് ചെയ്ത സമയത്തേക്ക് അവർ പറഞ്ഞു ഒരു പ്രിഫറൻസ് പറഞ്ഞു വേണമെങ്കിൽ ടാറ്റയുടെ സ്റ്റീലിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ചെയ്തു. കാരണം അത് ഒരുപക്ഷെ ഇത് ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ആര് പറയില്ല, ഒരു ബിൽഡർ പറയില്ല. കാരണം അവർക്കതില്ല, നഷ്ടമാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മളുടെ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു മെത്തേഡായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കുള്ളത് ഇതാണ്, ഈ വീട് പണിയാനായിട്ട് എത്ര രൂപ ചെലവായി? എനിക്ക് ഈ വീട് പണിയാനായിട്ട് 52 lakhs ആണ് എനിക്ക് ചെലവായത്. 2400 സ്ക്വയർ ഫീറ്റ്, 52 ലക്ഷം. ഇന്റീരിയർ ഇല്ലാണ്ട് ഇന്റീരിയർ എക്സ്ട്രാ ഒരു 12 lakhs കൂടെ ഞാൻ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ഫുൾ. അത് എത്ര ആയത് ബ്രാൻഡഡ് ഐറ്റംസ് ആയിട്ടാണ്. ഇതിപ്പോ നമ്മള് വേറെ ഇത് ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് നമ്മളത് പുറത്ത് ഒരു ബിൽഡറിന് കൊടുത്താൽ, ഞാൻ ബിൽഡർ കോട്ട് എടുത്താണ്, എനിക്കൊരു 20% ഹൈക്കാണ്, 20-25% ഹൈക്കാണ് അത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അപ്പൊ എന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ആ മെത്തേഡിൽ ചെയ്യാൻ പറ്റി. ഓക്കെ സാർ, താങ്ക് യു.